ഞാൻ മലപ്പുറം SP ശ്രീ ശശിധരനെ കൂടി വേദിയിലേക്ക് വിളിക്കുന്നു. പ്ലീസ്. അപ്പോൾ നമ്മൾ അങ്ങയ്ക്ക് ഞങ്ങളുടെ ഒരു പദ്ധതി പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അപ്പം നമ്മൾ ചിറ്റിലപ്പള്ളി, നിങ്ങൾക്കറിയാം, ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഒരുപാട് കാരുണ്യ പദ്ധതികൾ അവർ കേരളത്തിലുണ്ട്. ഒരു 100 വീടുകൾ അവർ നമ്മളുമായി ചേർന്ന് വീടില്ലാത്ത ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 10 വീടുകൾ നമ്മൾ മലപ്പുറം ജില്ലയ്ക്കായിട്ട് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അത് അങ്ങേക്ക് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃതാർത്ഥരായി. നമ്മുടെ രാജ്യം 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വളരെ പ്രിമിറ്റീവായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിരുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയെന്ന് വീമ്പിളങ്ങിയിരുന്ന, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് വീമ്പിളക്കിയിരുന്ന ബ്രിട്ടൻ നമ്മളെ ആകെ തച്ചുടച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ രാജ്യം തകർന്നു തരിപ്പണമാവുമെന്നാണ് ഒരു പക്ഷേ അവർ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഉയർത്തെഴുന്നേറ്റു. അതിന് വിവിധ ഘടകങ്ങളുണ്ട്, വിവിധ കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്. സാധാരണക്കാരായ ആളുകളെ, അശരണരെ സഹായിക്കുന്നതിന് 24 ചാനൽ കാണിക്കുന്ന ഈ അത്യുജ്വലമായ ഈ സ്റ്റെപ്പിനെ ഞാൻ അകവഴിഞ്ഞ് അഭിനന്ദിക്കുന്നു. ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പത്ത് എന്ന് പറഞ്ഞ് ആരാധിച്ച ജനങ്ങളാണ്. അവരുടെ ക്ഷേമമാണ് ആ രാജ്യത്തിൻ്റെ നേട്ടം. ഞാൻ 5 മിനിറ്റ് എടുത്തോട്ടെ. നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ, എൻ്റെ മലപ്പുറം ജില്ലയിലെ പ്രിയപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ നിങ്ങൾക്ക് ജന്മം തന്നതിന് ദൈവത്തോട് നന്ദി പറയണം. അതിലുപരിയായിട്ട് കേരളത്തിൽ ജന്മം തന്നതിന് ദൈവത്തോട് ഒന്നുകൂടി നന്ദി പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയാലേ, നമ്മുടെ രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്ത് പോയാലേ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്തും നമ്മുടെ കരുതലും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. 2 തവണ എനിക്ക് യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിൽ സെൻട്രൽ ആഫ്രിക്കയിൽ ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ ജീവിത സ്ഥിതിയും ഒരു അരക്ഷിതാവസ്ഥയും കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാൻ എത്ര ഭാഗ്യവാനാണെന്നുള്ളത്. ആ രാജ്യത്തിൽ അവിടെ നമ്മളെപ്പോലെ തന്നെ വേണ്ട, സൗത്ത് സുഡാനിലൊക്കെ വേണ്ട രീതിയിലുള്ള നമ്മളെപ്പോലത്തെ ജൈവസമ്പത്തുണ്ട്, മാനുഷിക വിഭവശേഷിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ സുരക്ഷിതത്വമൊന്നുമില്ല. നമ്മൾ നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടോ എന്ന് തപ്പി നോക്കണം. തോക്കിൻ കുഴൽ ഇങ്ങനെ നമ്മുടെ ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഭയമാണ്. പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് പോലും എനിക്ക് ഭയമായിരുന്നു. സത്യം, തോക്കിനറിയില്ലല്ലോ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള രാജ്യങ്ങൾ ഈ ഭൂമുഖത്തുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നു, അതിൻ്റെ പ്രജയാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിന് പറയണമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ചില പ്രത്യേകതകളുണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. ലിറ്ററസി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മൾ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വളരെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിലാണ്. എന്താണ് കാരണം? പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഇവിടുത്തെ 4th എസ്റ്റേറ്റിൻ്റെ സ്ട്രെങ്ത്താണ്, പത്രമാധ്യമങ്ങളുടെ പങ്കാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തൊട്ടുള്ള പ്രശസ്തരായ, പ്രഗത്ഭരായ, മിടുക്കരായ പത്രപ്രവർത്തകർ കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തിരുന്ന് നീതിയും ന്യായവും കണ്ടറിഞ്ഞ്, നേരും അല്ലായ്മയും വേർതിരിച്ച് കണ്ടറിഞ്ഞ് മുൻപോട്ട് പോയി അവരെ വിമർശിക്കേണ്ടവരെ വിമർശിക്കുകയും പ്രോത്സാഹിപ്പിക്കേണ്ടവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടുള്ള അവരുടെ അക്ഷീണമായിട്ടുള്ള യത്നങ്ങൾ കൂടി നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതിയിലുണ്ട്. എങ്കിൽ 1-2 കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാതെ പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞേ പറ്റൂ. എൻ്റെ ജില്ലക്കാരായ ഞാൻ ഇപ്പോൾ ജോലി ചെയ്തിരുന്ന എൻ്റെ ജില്ലക്കാർ ഇതിൽ കൂടുതലുള്ളതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറഞ്ഞേ പറ്റൂ. നമ്മുടെ രാജ്യത്തെ ഈ വളർച്ച ലോകത്തെ ഏറ്റവും വലിയ അനിഷേധ്യ ശക്തിയാവുന്ന കാലം അനധിവിദൂരമല്ല. 2050 ആകുമ്പോഴേക്കും എനിക്കുറപ്പുണ്ട് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാവുമെന്ന്, ദ സ്ട്രോങ്ങസ്റ്റ് കൺട്രി ആവുമെന്ന്. അപ്പോൾ അതിലൂടെ തന്നെ
അവിടേക്ക് എത്തുവാൻ നമ്മുടെ സംസ്ഥാനം നേടിയെടുത്തുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ വളർച്ചയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനും കഴിയണമെങ്കിൽ നമ്മൾ തീർച്ചയായും ജാഗരൂകരായിരിക്കണം. നമ്മുടെ സാംസ്കാരിക നായകർ നമുക്ക് ഇത്രയും കാലവും പടുത്തുയർത്തിക്കൊണ്ടുവന്ന നമ്മുടേതായ മതനിരപേക്ഷതയും ജാതി മത വർഗ വർണ്ണ രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായുള്ള ഒരു കെട്ടുറപ്പുള്ള ഒരു ജനതയുമുണ്ട് ഇവിടെ. ആ ജനതയെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ കടക്കൽ കത്തിവെക്കുമാറ് മറ്റു 2 വിപത്തുകൾ. ആദ്യത്തെ വിപത്ത് വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ്, ലഹരി എന്ന വിപത്ത്. അതിനെതിരെ നമ്മൾ ശക്തമായി പടപൊരുതണം. ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സന്ദേശം നമ്മൾ ഓരോരുത്തരും ഏറ്റുപിടിക്കണം. കാരണം എന്താണ്, നമ്മുടെ കുട്ടികളെ കാർന്നു തിന്നുന്നൊരു വിപത്തായിട്ട് ലഹരി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെ പടപൊരുത് തന്നെ വേണം. തീർച്ചയായും നാം ഓരോരുത്തരും മുൻപോട്ടിറങ്ങും. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഏറ്റവും വിഭവശേഷി മറ്റു രാഷ്ട്രങ്ങളെ അപേക്ഷിച്ചിടത്തോളം നമ്മുടെ യുവതയുടെ സമ്പത്താണ്, ശേഷിയാണ്, അളവാണ്, എണ്ണമാണ്. അത് നശിപ്പിക്കാൻ ചില ചിത്രശക്തികൾ മുൻപോട്ടിറങ്ങി നമ്മുടെ രാജ്യത്തെ നമ്മുടെ കുട്ടികളെ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിനകത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത്, അതിനെതിരെ മുൻപോട്ട് നിൽക്കേണ്ടത്, അതിനെതിരെ ശക്തമായ നടപടിയെടുക്കേണ്ടത് ഇവിടുത്തെ അത് ചെയ്യേണ്ട ആളുകൾക്ക്, ഏജൻസിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കേണ്ടത് ഇവിടുത്തെ ജനതയുടെ ഉത്തരവാദിത്തമാണ്. അത് മറന്നു പോകരുത്. അതിൽ ഓരോരുത്തരും കൃത്യമായിട്ട് അവരുടെ ഏരിയയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. മറ്റൊന്നുകൂടി പറഞ്ഞാൽ ദീർഘിപ്പിക്കുന്നില്ല, മറ്റൊന്നുകൂടി, അഴിമതി. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായ ഇന്ത്യയിൽ മാനുഷികവിഭവശേഷിയുടെ കാര്യത്തിൽ നമ്മൾ പുറകിലല്ല, ജൈവസമ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പുറകിലല്ല. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന പ്രകൃതിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും നാം എത്തേണ്ടിടത്ത് എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല. നമ്മുടെ വിഭവസമ്പത്തനുസരിച്ച് എത്തിയിട്ടുണ്ടോ ചോദിച്ചാൽ എത്തിയിട്ടില്ല. അതിന് നിൽക്കുന്ന നമുക്ക് നമ്മുടെ വിഘാതമായി നിൽക്കുന്ന മറ്റൊരു ഘടകം അഴിമതിയാണ്. അഴിമതിക്കെതിരെ ശക്തിയുക്തം പോരാടണം. ഒരു തരത്തിലും അഴിമതി വെച്ച് ഉറപ്പിക്കില്ല എന്നും അഴിമതിക്കാരെ നമ്മൾ വെച്ച് ഉറപ്പിക്കില്ല എന്നും ഉറച്ച ശബ്ദം എടുക്കണം. ധീരമായി തൻപോടും. ജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത്, ജനങ്ങളാണ് ശക്തി, ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരെന്താവണമെന്ന്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യണം. അതോടൊപ്പം എനിക്ക് നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നിയമം അനുസരിക്കുന്ന മനോഭാവം കൂടി ഉണ്ടാവണം. മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള ഒരു ചെറിയ പരാതി വെച്ചാൽ ഹെൽമെറ്റ് ധരിക്കാനൊക്കെ ഭയങ്കര മടിയാണെന്നുള്ളത് ഞാൻ നേരിട്ട് കാണുന്നുണ്ട്. ഞാനിപ്പോൾ അത് കുറച്ച് അല്പം സ്ട്രിക്റ്റ് ആക്കിയപ്പോൾ ഇപ്പോൾ പകൽ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് പോകുന്നത്, പക്ഷേ എന്നാൽ രാത്രി ആയാൽ എല്ലാം ഊരി ബൈക്കിൻ്റെ ഹാൻഡിൽ വയ്ക്കുകയാണ് പതിവ്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ 2 ആക്സിഡൻറ്റുകളിലും 3 മരണമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ 2 വീലർ ഓടിക്കുന്നവരെ ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ചെറിയ അപകടമുണ്ടായെങ്കിൽ പോലും അവർക്ക് മരണം സംഭവിക്കുന്നു. അപ്പോൾ നിയമം എന്നുള്ളത് മറ്റാർക്കെങ്കിലും വേണ്ടിയും, പോലീസിന് വേണ്ടിയോ എക്സൈസിന് വേണ്ടിയോ ഫോറസ്റ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും വേണ്ടിയോ അല്ല നമ്മൾ അനുസരിക്കുന്നത്. നിയമം, ഒരു രാജ്യത്തെ നിയമങ്ങൾ അത് പ്രജകൾ അനുസരിക്കാനുള്ളതാണ്. നാം നിയമം അനുസരിച്ചാലേ നമുക്ക് മറ്റുള്ളവരെ നിയമം അനുസരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അത് മനസ്സിലുണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. 24 ചാനലിൻ്റെ എല്ലാ അടിയറപ്പുറത്തും എല്ലാവരും തുടങ്ങിയുള്ള മറ്റേ ഹാഷ്മിയുള്ളവർ എല്ലാവരും ഉണ്ട്. പിന്നെ എൻ്റെ ഫാമിലിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ 24 ചാനലിൻ്റെ സ്ഥിരം പ്രേക്ഷകരാണ്. രാവിലത്തെ മോർണിംഗ് ഷോയും ഉച്ചയ്ക്ക് ഹാഷ്മിയുടെ 1 മണിയുടെ പ്രോഗ്രാമും എല്ലാം കാണുന്നവരാണെന്ന്, ഓരോരുത്തരെയും പ്രോഗ്രാം കാണുന്നത് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞാൻ അറിയിച്ചുകൊണ്ട് ഈ 24 ചാനൽ ഇവിടെ ഈ തുടങ്ങുന്ന ഈ പദ്ധതി, ഈ തുടങ്ങിയുള്ള പദ്ധതി സാധാരണക്കാർക്ക്, നിരാലംബർക്ക്, അശരണർക്ക് കൈത്താങ്ങാവുന്നത്, ആ പ്രവൃത്തി ദൈവത്തിന് തുല്യമാണ്. ആ ദൈവതുല്യമായ പ്രവൃത്തി ഇനിയും മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ, അത് വളരെ വർദ്ധിച്ചു വരട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനമാണ് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഇപ്പോൾ എസ് പിക്ക് മനസ്സിലായില്ലേ നമ്മൾ വളരെ ലിബറലാണെന്ന് ഏത് കാര്യത്തിലും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയുന്നില്ല, കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്നാണ് നമ്മൾ 10 വീടുകൾ മലപ്പുറം ജില്ലയിൽ മാത്രം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അവർക്ക് ചില നിബന്ധനകളും നിയമവാലികളും ഒക്കെ കൊണ്ട് തന്നെയുണ്ട്. 5 സെൻറ്റ് പുരയിടത്തിൽ താഴെ പറമ്പുള്ള ആളുകൾക്കാണ് പ്രധാനമായിട്ടും ഈ വീട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഭവനരഹിതരായിരിക്കണം. വീടുള്ളവർക്ക് ഒരിക്കലും ഈ വീട് കൊടുക്കില്ല. അപ്പോൾ പക്ഷേ നിരാലംബരായ, നിസ്സഹായരായ മനുഷ്യർക്ക് ഈ വീടുകളെത്തും. അപ്പോൾ അത് ഭാവിയിൽ കുറേ അധികം നമ്മൾ ഈ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനോട്, കൊച്ചൗസ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന അദ്ദേഹത്തോട് നമ്മൾ പറഞ്ഞത് 1000 വീട് നമുക്ക് 24 ഫ്ലവേഴ്സുമായി ചേർന്ന് കൊടുക്കണം. അദ്ദേഹം പറഞ്ഞ് നമുക്ക് നോക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ. അപ്പോൾ താങ്ക് യു എസ് പി. ഓലേട്ട അങ്ങോട്ടിരുന്ന് നമ്മുടെ ആൾക്കാരുടെ പ്രോഗ്രാംസ് ഒക്കെ കാണണം.
ഗോപാലേട്ടനാണ് ട്രിവാൻഡ്രത്ത് നിന്ന് ഇതിനായി പങ്കെടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഗോപാലേട്ടന് പ്രത്യേക കൈയടി അതിന്. ഓക്കെ. ഗോപാലേട്ടൻ വടകരക്കാരനാണ്, ഞാൻ പറഞ്ഞല്ലേ ഒരു വടകരക്കാരനാണ്. അപ്പോൾ താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.